മഹാനായ അബ്ദുല്ലാഹിബ്ൻ അംർ ഇബ്ൻ അൽ-ആസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അത്ഭുത ഹദീസ് നാം പലപ്പോഴും കേട്ടതാണ്. എന്റെ ക്ലാസ് മെമ്പർമാർ പ്രത്യേകിച്ച് ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഈ പള്ളിയുടെ അകത്തേക്ക് സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു വ്യക്തി കടന്നു വരും എന്ന് പറഞ്ഞു. അപ്പോൾ വീക്ഷിച്ചു അബ്ദുല്ലാഹിബ്ൻ അംർ ഇബ്ൻ അൽ-ആസ്, ആരാണ് കടന്നു വരുന്നത്? ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ കടന്നു വന്നത് ഒരു വ്യക്തിയായിരുന്നു. അതേ വ്യക്തി തന്നെയാണ് വീണ്ടും മടങ്ങി വന്നത്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം ചെരുപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് കടന്നു വന്നതായ സംഭവത്തെ കുറിച്ച് ഹദീസിൽ മഹാനായ അംർ ഇബ്ൻ അൽ-ആസ് വിശദീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു, ഈ വ്യക്തി സ്വർഗത്തിലേക്ക് പോകാൻ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക തന്നെ വേണം, ഒരു പഠനം നടത്തുക തന്നെ വേണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് വിരുന്നുകാരനായിട്ട് 3 ദിവസം കഴിച്ചു കൂട്ടി. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്ൻ അംർ ഇബ്ൻ അൽ-ആസിന് റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല. സാധാരണ ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാറുള്ളതായ ചടങ്ങുകൾ അല്ലാതെ സാധാരണ രാത്രി നിസ്കരിക്കും, സാധാരണ ഖുർആൻ പാരായണം ചെയ്യും, സാധാരണ ദിക്റുകളൊക്കെ ചെയ്യും. അതൊക്കെ സാധാരണ സഹബാക്കൾ ചെയ്യാറുള്ളതായ സൽക്കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള സാധാരണ സൽക്കർമ്മമല്ലാതെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒന്നും അദ്ദേഹം രാത്രി വരെ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അത്ഭുതം, എന്താണ് ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്ന്. അങ്ങനെ 3-ാം ദിവസമായപ്പോൾ ഞാൻ ഇവിടെ വാങ്ങുകയാണ്, ഞാൻ ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ ഇന്നതായിരുന്നു എന്റെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്ദരമായ വായിൽ നിന്നിട്ട് ഞാനൊരു വാക്ക് കേട്ടിരുന്നു. എന്താണ്? നിങ്ങൾ സ്വർഗപ്പുള്ളിയാണ് എന്ന്. അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗപ്പുള്ളിയാവാൻ, റസൂലുള്ളാഹിയിൽ നിന്നിട്ട് സന്തോഷവാർത്ത ലഭിക്കാൻ കാരണമുണ്ടായത്? നിങ്ങൾ സ്പെഷ്യലായി വല്ല അമല് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി, എന്ന് പഠനം നടത്താൻ വേണ്ടി ആയിരുന്നു ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ മഹാനായ ആ സഹാബിയുടെ മറുപടി എന്തായിരുന്നു? ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ ഇബാദത്തോ സ്പെഷ്യൽ തആത്തോ സ്പെഷ്യൽ നമസ്കാരമോ നോമ്പോ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ ഞാൻ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരുമായുള്ള സത്യവിശ്വാസികളോടുള്ളതായ അറുപ്പും വെറുപ്പും വലിച്ചെറിഞ്ഞ് എല്ലാവർക്കും വല്ലതും കൊടുക്കാൻ തരാനുണ്ടെങ്കിൽ അവർക്കെല്ലാം മാഫി ചെയ്ത് അവരെ കുറിച്ചെല്ലാം ഹൃദയത്തിൽ, റബ്ബേ എനിക്ക് ആരോടും അസൂയയില്ല, ആരോടും വെറുപ്പില്ല, ആരോടും അറുപ്പില്ല, ആരോടും എനിക്ക് ഹസദില്ല, അതുകൊണ്ട് ആരെയും ഞാൻ ഒരു സത്യവിശ്വാസിയെ വെറുക്കുന്നില്ല. അങ്ങനെ ഹൃദയം ക്ലിയറായ മനുഷ്യനായിട്ടാണ് എന്നും രാത്രി ഉറങ്ങാറുള്ളത് എന്നതാണ് മഹാനായ ആ സഹാബിയുടെ മറുപടി മഹാനായ അബ്ദുല്ലാഹിബ്ൻ അംർ ഇബ്ൻ അൽ-ആസിന് ലഭിച്ചത്.